ജോണേ, നീ അവനൊന്ന് വിളിക്കടാ. മണി 6 പോണ്. ഇപ്പം എത്തും വർഗീസേട്ടാ. വണ്ടിമേലാവും, വിളിച്ചാലും എടുക്കില്ല. 24 മണിക്കൂറുള്ളതിൽ വൈകുന്നേരങ്ങളിൽ ഈ 1-2 മണിക്കൂറാ മനുഷ്യൻ ജീവിച്ചു എന്ന് തോന്നണത്. അതിങ്ങനെ കാത്തിരുന്ന് കളയാന്ന് വെച്ചാൽ വലിയ സങ്കടമുള്ള കാര്യമാണ്. എന്തിനെങ്കിലും ചെന്ന് പെട്ടിട്ടുണ്ടാവും. നാട്ടുകാരുടെ മുഴുവൻ കാര്യസ്ഥനല്ലേ. നീയൊന്ന് വിളിക്കടാ. നീ ഇതെവിടെയാ? ഞാൻ നമ്മുടെ ഡൊമിനിക്കാൻ്റെ വീട്ടിലടാ. മരിച്ചതറിഞ്ഞില്ലേ? ഏയ് 2-3 ദിവസമായിണ്ട്. ഇന്നാ അറിയണേ. ഞാനിവിടുന്ന് സെറ്റാക്കിയിട്ട് വരാടാ. മൂത്തോൻ മെക്സിക്കോയില്, രണ്ടാമത്തോൻ ഉഗാണ്ടയിലെ ക്രയോഷ്യയിൽ എവിടെയാണോ? നീ വേഗം വായോ, വർഗീസേട്ടൻ്റെ പ്രാന്തായി തുടങ്ങി. ഇവിടെ ആരുമില്ലടാ. ഒന്ന് കുളിക്കണം. എത്ര വൈകിയാലും ഞാൻ വരാന്ന് പറയും. ശരി. അവൻ നമ്മുടെ ഡൊമിനിക്കിൻ്റെ വീട്ടിലെ വർഗീസേട്ടാ. ഡൊമിനിക്ക് മരിച്ചറിഞ്ഞില്ലേ? നാട്ടുകാരുടെ ശവസംസ്കാര ചടങ്ങ് മുഴുവൻ ഇപ്പം അവൻ്റെ തലയിലല്ലേ. ആ, അങ്ങനെ ഒരുത്തുള്ളത് കൊണ്ട് ചാവണവർ വീട്ടിൽ കിടന്ന് ചെയ്യണില്ല. എന്തായാലും വരുമ്പോൾ വരട്ടെ. അല്ല, നമുക്കൊന്ന് പോണ്ടേ ഡൊമിനിക്കിനെ കാണാൻ? നാളെ പോവാൻ വർഗീസേട്ടാ. ഇഷ്ടം പോലെ സമയമല്ലേ കിടക്കണേ. ജയിക്കപ്പെട്ടനൊന്നും വരണ്ടാവില്ല. മൂന്നാറിലേക്ക് പോവാണത്രേ പേരക്കുട്ടിയുടെ കൂടെ. 3 ദിവസം കഴിഞ്ഞ് നോക്കിയാൽ മതി. പേരക്കുട്ടീനെ കണ്ടപ്പോൾ അവൻ്റെ ഒരു സന്തോഷം കാണണം. കുഞ്ഞായിരിക്കുമ്പോൾ കണ്ടതല്ലേ, ഇപ്പൊ വലിയ പെണ്ണായി. എന്നാലും ഒറ്റയ്ക്ക് വന്ന അപ്പാപ്പനെ കാണാനും മൂന്നാറിലേക്ക് കൊണ്ടുപോകാനൊക്കെ അവൾക്ക് തോന്നിയല്ലോ. ഇപ്പോഴത്തെ കാലത്തൊന്നും കുട്ടികൾക്ക് അങ്ങനെ തോന്നില്ല വർഗീസേട്ടാ. ചേട്ടാ, ഈ ചിറയത്ത് ട്രീസ ജോൺ വീട് വല്ല ഐഡിയ ഉണ്ടാ? പാസ്പോർട്ട് വെരിഫിക്കേഷനാ. ഇറങ്ങി വാ, കുറച്ച് വെള്ളം കുടിക്കേ. വെള്ളം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു 10 കൊല്ലം മുമ്പ് ഞാൻ പോലീസിൽ ജോയിൻ ചെയ്യണ സമയത്ത് ഈ വഴി വണ്ടി ഓടിക്കാൻ പേടിയാവും. കാറും ബൈക്കും ആൾക്കാരും അത്ര തിരക്കാ. ആ സെൻറ്ററിൽ നിന്ന് ചാക്യാർക്കടയിലേക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ല. ഇതിപ്പോ റോഡിന്റെ 2 സൈഡിലും നിറച്ച് വീടുണ്ട്. ഒരാളെ പുറത്ത് കാണാനില്ല. ആരോടെങ്കിലും ഒന്ന് ചോദിക്കാന്ന് വെച്ചാ ആരെങ്കിലും ഇവിടെ കാണണ്ടേ? പുറത്ത് മാത്രമല്ല, അകത്തും ആരും ഉണ്ടാവില്ല. ഈ നേരത്ത് വന്നാൽ ഞങ്ങൾ 5-6 സീനിയർ സിറ്റിസൺസിനെ കാണാം. എല്ലാവരും വിദേശത്തല്ലേ. ലോകമേ തറവാട് എന്ന് പണ്ട് കവി പറഞ്ഞത് ഇപ്പോഴാ ശരിയായി. നിങ്ങൾ കണ്ടില്ലെങ്കിലും യൂറോപ്പിൽ അമേരിക്കയിൽ ഇരുന്നിട്ട് പിള്ളേർ CCTV നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. റീസെന്റ് വൈഫാ, വീട്ടിലുണ്ട്. പോണോ? ഏയ്, അതൊന്നും വേണ്ട. പാസ്പോർട്ട് റിന്യൂവൽ അല്ലേ. ഫാസ്റ്റ് സർവീസിന് ഫീസൊക്കെ അടച്ചിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു ക്രിമിനൽ കേസ് നിൽക്കുമ്പോ ക്ലിയറൻസ് കിട്ടാൻ ഇത്തിരി പാടാ. ക്രിമിനൽ കേസാ? ആരുടെ കാര്യം സാറ് ഈ പറയണത്? ചിറയത്ത് ട്രീസ ജോൺ ആയുധം ഉപയോഗിച്ച് ആക്രമിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ട് ജോസഫ് CI എന്ന് പറഞ്ഞ ഒരാളുടെ കേസ് ഉണ്ടല്ലോ. ഏത്? നമ്മുടെ ജോസഫാ? വേറെ ഏതാ ജോസഫ്? അന്വേഷിച്ചപ്പോ വലിയ കാര്യമുള്ള കാര്യമില്ലാന്ന് മനസ്സിലായി. എന്തേലും പഴയ കണക്ക് തീർക്കാൻ ചെയ്തതാവും. പക്ഷെ യാത്ര മുടക്കാൻ അത് മതി. എന്തേലും ഒത്തുതീർപ്പാക്കാൻ ശ്രമിക്കായിരുന്നില്ലേ? ഏയ്, അതൊന്നും വേണ്ട സാറേ. അങ്ങനെ ഇപ്പൊ അവന്റെ കാല് പിടിച്ചത് ശരിയാക്കണ്ട. ഇതിപ്പോ ഇത്തിരി വൈകിയാലും കുഴപ്പമൊന്നുമില്ല, കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. സാറ് പൊക്കോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. എന്തേലും ആവശ്യമുണ്ടെങ്കിൽ വന്നാൽ മതി, ഞാൻ സ്റ്റേഷനിലുണ്ടാവും. നീ ഇതെന്ത് പണിയാ കാട്ടണത്? എന്തെങ്കിലും പറഞ്ഞ് ശരിയാക്കാൻ നോക്കാണ്ട്. പാസ്പോർട്ടില്ലാണ്ട് അവൾക്ക് ഇനി പുറത്തു പോകാൻ പറ്റുമോ? ഈ ജോസഫിന് ഇത് എന്തിന്റെ കേടാ? വരുന്നുണ്ട് നായ. എന്റെ നല്ല കാലത്താണെങ്കിൽ നിന്നെ ഞാൻ ഒറ്റയടിക്ക് കൊന്നേനെ. താൻ മെക്കെട്ടുകാരാണ്ട് ഞാൻ പറയുന്നൊന്ന് കേക്ക്. നീ ന്യായമൊന്നും പറയണ്ടടാ. ഒരിത്തിരിക്കും പോകാൻ പറ്റാത്തതിന്റെ വിഷമല്ലേ നിനക്ക്? അത് ശരി, ഇതിപ്പോ എന്റെ നിലയിലയ്യ. താൻ അവനോട് ചോദിക്കും. അവൻ പറഞ്ഞിട്ട് ഞാൻ കേസ് കൊടുത്ത് ഭാര്യയുടെ യാത്ര മുടക്കാൻ. നീ എന്താ മിണ്ടണ നിൽക്കണേ? എന്ത് വിവരക്കേടാ നീ ഈ കാട്ടിന് ജോണേ. ഇത്ര സ്വാർത്ഥത പാടില്ലാട്ടാ. അവള് നിന്റെ മക്കളുടെ അടുത്തേക്കല്ലേ പോണേ. ഒരാവശ്യം വരുമ്പോ നിങ്ങളല്ലേ പോണ്ടേ? എന്താവശ്യം വർഗീസേട്ടാ? ആരുടെ ആവശ്യം? 7 കൊല്ലം മുമ്പ് ആദ്യത്തെ കുട്ടിയുടെ പ്രസവത്തിന്റെ സമയത്ത് പോയതാവള്.
പിന്നെ മാമോദിസ, കുർബാന സ്വീകരണം, കുട്ടിക്ക് പഠിക്കാൻ പോണം, അവൾക്ക് ജോലിക്ക് പോണം. ഇപ്പൊ 7 കൊല്ലം കഴിഞ്ഞിട്ടാ വന്നത്. ഞാനിവിടെ എങ്ങനെ ജീവിക്കണെന്ന് ആർക്കെങ്കിലും അറിയണം? നല്ലൊരു മഴ പെയ്ത് തണുപ്പടിച്ച ശ്വാസം കിട്ടില്ല എനിക്ക്. എന്റെ കാര്യം നോക്കാൻ എനിക്ക് ആരും വേണ്ട. പക്ഷെ എന്തെങ്കിലും കാലത്ത് അവള് കടപ്പിലായ തിരിഞ്ഞു നോക്കില്ല അവര്. ഇപ്പൊ പാസ്പോർട്ട് പുതുക്കാനുള്ളത് കൊണ്ട് അവള് വന്നത്. എന്റെ ഭാര്യ എന്റെ അടുത്തുണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് എങ്ങനെ സ്വാർത്ഥതയാവണം വർഗീസേട്ടാ. ഇനി അവള് പോണ്ട, ഞാൻ വിട്ടില്ല. നിങ്ങൾ നിർത്തിയാൻ ജോഷി വരുന്നുണ്ട്, അവൻ കേക്കണ്ട. ഏയ്, നിങ്ങൾ നടക്കാൻ പോയില്ലേ? ഡൊമിനിക്കിന്റെ ചടങ്ങ് 14-ാം തീയതിക്ക് വെച്ചുട്ടാ. എല്ലാം കളറാക്കണമെന്ന് മൂത്ത ചെക്കന് ഭയങ്കര നിർബന്ധം. ഞാൻ ഫുൾ പരിപാടി നമ്മുടെ മഗ്ദലേന കുടുംബശ്രീക്കാരെ കൊണ്ട് ഏൽപ്പിച്ചു. അവരാവുമ്പോ ഡെക്കറേഷനും യൂട്യൂബിൽ ലൈവ് ഇടണതും പെട്ടിയുടെ ചുറ്റിരുന്ന് കരയണതൊക്കെ നല്ല വൃത്തിയായിട്ട് കണ്ട് ചെയ്യും. വിലാപയാത്രയ്ക്ക് ഫുൾ യൂണിഫോമില് ഒരു 30 പേരെങ്കിലും ഉണ്ടാവും. അല്ലടാ, എന്താ ഇപ്പൊ 14-ാം തീയതിക്ക് വെച്ചത്? ആരെങ്കിലും വരാണ്ട? ഊവടാ, നിനക്ക് എന്തിന്റെ കേടാ? ഞാൻ വരും, എനിക്ക് കാണണം എന്നൊക്കെ പറയും. അവസാനം ആരും വരില്ല. നമ്മളുള്ളവരൊക്കെ കൊണ്ടുപോയി കുഴിച്ചിടും. ഒരു കാര്യം ചെയ്യും, ഏതെങ്കിലും ഒരു ബാറിൽ പോയി നല്ല വെള്ളി വെളിച്ചത്തിൽ ഒരു ഫോട്ടോ എടുക്കും. എന്നിട്ട് അത് വാട്സപ്പിൽ സ്റ്റാറ്റസ് ആയിട്ട് ഇടും. എന്നിട്ട് അതിന്റെ അടിയിൽ എഴുതി വെക്കും, എന്റെ ജീവന്റെ പ്രകാശം പൊലിഞ്ഞു. തേങ്ങന്നെ അപ്പൻ ചത്തു, ഡിം. അത്രയ്ക്കുള്ളോ? 14-ാം തീയതിക്ക് നാളിനെ കൂടി പെട്ടിയിൽ വെച്ചിട്ടുണ്ടല്ലോ അല്ലേ? എല്ലാം കൂടി ഒന്നിച്ച് നിന്നെ സമ്മതിക്കണം. പിന്നല്ലാണ്ട് അച്ഛന്മാരെ കിട്ടാൻ അത്ര എളുപ്പമൊന്നുമല്ല. ഇതാവുമ്പോ 14-ാം തീയതി ഒറ്റയടിക്ക് പരിപാടി കഴിയും. കളറാവും ചെയ്തു, ചെലവ് കുറയും ചെയ്തു. അല്ല, ഞാനിതിപ്പോ എന്തിനാ നടത്തണേ? ജേക്കപ്പെട്ടൻ വന്നില്ലേ? ഇന്ന് അയാൾ അലക്കാളതാ. അയാളിന്ന് പേരക്കുട്ടീനും കൂട്ടി മൂന്നാറിൽ പോവല്ലേ? നീ ഇതൊന്നും അറിഞ്ഞില്ലേ? അപ്പാപ്പനും പേരക്കുട്ടിയും കൂടി ഒരു ട്രിപ്പ്. 100 ആയുസ് ദേ വരുന്ന്. യാത്ര പറയാനാവും. ജയിക്കപ്പേ, ഐ, മുടിക്ക് കറുപ്പിച്ച് ചുള്ളനായിണ്ടല്ലോ. ഔ, പേരക്കുട്ടി വന്നപ്പോ ഇപ്പൊ നമ്മളിന്നും വേണ്ടണ്ടായില്ലേ? വർഗീസേട്ടാ, പറയാൻ പറ്റിയില്ല. ജോഷിയെ, നീ തോറ്റു തരുന്നതാണെന്നൊക്കെ എനിക്കറിയാം. വന്നിട്ട് കാണാടാ. ജോസ്പേ, ഞാൻ നിന്നോട് പറയാറില്ലേ, പിള്ളേർക്കൊക്കെ നമ്മളെ വലിയ കാര്യടാ. പിന്നെ അവർക്ക് അവരുടെ കാര്യം നോക്കണ്ടേ. ഞാൻ പോയിട്ട് വരാടാ. അപ്പാപ്പൻ വണ്ടിയെ കയറിക്കോ. വർഗീസേട്ടനല്ലേ, പപ്പ എപ്പോഴും പറയും അവരുടെയൊക്കെ റോൾ മോഡൽ. ആദ്യമായിട്ട് കടൽ കടന്ന കൊളംബസ്. നിങ്ങൾ കരുതണ പോലെ ഞാൻ അപ്പാപ്പനെ മൂന്നാർ കാണിക്കാൻ പോണതൊന്നല്ല. പപ്പ അവിടുത്തെ വീട് സ്ഥലമൊക്കെ വിറ്റു. ഒരു റിട്ടയർമെന്റ് ഹോമില് അപ്പാപ്പൻ അഡ്മിഷൻ റെഡിയാക്കിയിട്ടുണ്ട് ചാലക്കുടിയില്. കാര്യം പറഞ്ഞ അപ്പാപ്പൻ വരില്ല, നിങ്ങൾ വിടൂലല്ലോ. അപ്പാപ്പൻ അവിടെ ആക്കിയിട്ട് ഞാൻ നേരെ USA പോവും. എന്താ കുട്ടി ഈ പറയണേ? വീട് വിൽക്ക? അവൻ അധ്വാനിച്ചുണ്ടാക്കിയതാ. അവന്റെ ചങ്കാത് ചതിക്കല്ലേ? അതും സ്വന്തം അപ്പാപ്പനെ. ഹേയ് കൂൾ അങ്കിൾ, കൂൾ. റിട്ടയർമെന്റ് ഹോം, വൃദ്ധസദനം എന്ന് പറയണം മോളെ. നിങ്ങളെയൊക്കെ ഈ നിലയിൽ എത്തിച്ചതിന് ശിക്ഷ വാങ്ങിക്കുന്ന സ്ഥലം. വെറുതെ സീനാക്കണ്ടങ്കിൾ. അപ്പാപ്പൻ ഹാപ്പി ആയിട്ട് പിരിഞ്ഞോട്ടെ. അപ്പാപ്പൻ കടുപ്പിലായ നിങ്ങൾ നോക്കൂ. നിങ്ങളുടെ കാര്യം തന്നെ ഉറപ്പില്ല. പിന്നെ അപ്പാപ്പൻ ഇതൊന്നും ഒഴിവാക്കാൻ പറ്റണ കാര്യങ്ങളല്ല അങ്കിൾ. ചാലക്കുടി അത്ര ദൂരെയൊന്നല്ലല്ലോ. ഇടയ്ക്കൊക്കെ പോയി കാണണം. നാളെ ശിവദാസ് എന്ന് പറഞ്ഞൊരാള് വരും. അങ്കിൾ ഈ താക്കോലൊന്ന് അയാളെ ഏൽപ്പിക്കണം. ഇനിയൊരു തിരിച്ചുവരവുണ്ടാകില്ലെന്ന് അയാൾക്ക് നന്നായി അറിയാം. ഇതൊക്കെ കാലഘട്ടത്തിൻ്റെ അനിവാര്യതകളാണെന്ന് അയാൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. വൃദ്ധസദനങ്ങളോട് മുഖം തിരിക്കേണ്ട കാലമല്ല, അവയുടെ മുഖം മിനുക്കേണ്ട കാലമാണ് വരാൻ പോകുന്നത്.
ഇതൊന്നും ആരുടെയും തെറ്റല്ല. എന്നിരുന്നാലും സ്വന്തം ജീവിതത്തിന് നിറം കൊടുക്കുമ്പോൾ ജീവൻ തന്നവരുടെ ജീവിതത്തിൻ്റെ നിറം കെടുത്താതെ നമുക്ക് നോക്കാം.